ഓണം കെങ്കേമമാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് മലയാളി. പ്രതികൂല കാലാവസ്ഥയിലും ഏത്തക്കായ വിപണിയെ അത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് ഉപ്പേരിയുടെ വിലവർധനയും കാരണമായി എന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 100 രൂപ മുതൽ 200 രൂപ വരെയാണ് ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും വർദ്ധിച്ചത്. തൊടുപുഴയിൽ നിന്നും രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവോണം എന്നാൽ തിരുവോണ സദ്യ കൂടിയാണ്. തിരുവോണ സദ്യയിൽ ഒഴിവാക്കാനാകാത്ത കുറേയധികം വിഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. നമ്മളിങ്ങനെ തൂശനില മുന്നിലിട്ട ശേഷം ഒരു സൈഡിൽ ഇടതുഭാഗത്ത് ഉപ്പും വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വെക്കുന്നത് രണ്ടാമത്തെ ഐറ്റം ഉപ്പേരിയാണ്, മൂന്നാമത്തെ ഐറ്റം ശർക്കര വരട്ടിയാണ്. സംസ്ഥാനത്തെ എല്ലാ ഉപ്പേരി കടകളിലും ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന ഇടകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഉത്രാടം ദിനമാണ്, ഉത്രാടപ്പാച്ചിലാണ് മലയാളികളെല്ലാം തന്നെയുള്ളത്. അവസാനവട്ട ഈ സാധനങ്ങളെല്ലാം വാങ്ങുന്ന ഒരു തിരക്കിൽ കൂടിയാണുള്ളത്. നമ്മളുള്ളത് തൊടുപുഴ ടൗണിൽ തന്നെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ഉപ്പേരി കടകളിലാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ ഈ ഓരോ പാക്കറ്റുകളിലായി കൃത്യമായി ഈ ഉപ്പേരിയൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത്. മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഉപ്പേരി വാങ്ങാൻ എത്തിയിരിക്കുന്ന നിരവധി ആളുകൾ കൂടി കാണാൻ സാധിക്കും. അവസാനവട്ട ഉത്രാടപ്പാച്ചിലാണ് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് ആദ്യം ഇവിടെ ഈ വിൽപ്പന നടത്തുന്ന ഈ വ്യാപാരികൾ എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് ചോദിക്കാം. ഇക എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം മാർക്കറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്? മഴ കാരണം ഓരോ കാരണം കൊണ്ടും അങ്ങനെ പേടിച്ചാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം മറ്റു കാരണങ്ങളായിരുന്നു, ഇത്തവണ മഴയാണ് പ്രശ്നം. വലിയ പ്രശ്നമായി. ആൾക്കാർ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട്, വരാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല പല കാരണങ്ങളാണ്. മഴ കുറവായതുകൊണ്ട് ഈ ഏത്തക്കായ എത്തുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളുടെ വിലയും കൂടിയിട്ടുണ്ടല്ലേ? സാധനങ്ങളുടെ വില കൂട്ടിയിട്ടുണ്ട്. ഏത്തക്കായുടെ വില 70 രൂപയിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏത്തക്കായുടെ വില 60 രൂപ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ 70 രൂപ 80 രൂപ വരെ വന്നു. ഇത്തവണ എത്ര രൂപ നമ്മൾ തൊടുപുഴയിൽ വിൽക്കുന്നത്? എത്ര രൂപയ്ക്കാണ്? 600 രൂപയാണ് 1 കിലോ ഏത്തക്ക ചിപ്സിന്റെ വില. ഇടുക്കിയിലെ ഏറ്റവും കൂടുതലുള്ള വിഭവങ്ങളിൽ ഒന്ന് ചക്കയാണ്. ചക്ക ചിപ്സിന് എന്താ വില? 700. ഉത്രാടപ്പാച്ചിലേക്ക് കടക്കുകയാണ്. എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്? വിലയൊക്കെ അത്യാവശ്യം കൂടുതലുണ്ടോ? കുഴപ്പമില്ല. എന്തായി ഓണസദ്യയൊക്കെ ഒരുക്കുന്ന തിരക്കൊക്കെ എന്തായി? സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ്. ഓണം സദ്യ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ? പിന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിവേ ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ അടിപൊളിയാക്കും. ഉത്രാടപ്പാച്ചലിന്റെ മൂഡിലാണല്ലേ? വില ചോദിച്ചിട്ട് എങ്ങനെയുണ്ട്? വില കൂടുതലുണ്ടോ കുറവുണ്ടോ? കൂടുതലാണ്. വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും സാധനങ്ങൾ വാങ്ങിയേ പറ്റൂ. അതുകൊണ്ടുള്ള ഉത്രാടപ്പാച്ചിലാണ്. എന്തായാലും പ്രേക്ഷകരോട്, ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരോട് ഉത്രാടപ്പാച്ചിലാണ്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അടുക്കളയിൽ പോയി നോക്കിക്കോളൂ. എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ വേഗം നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങണം എന്നതാണ് നമ്മുടെ പ്രേക്ഷകരോടും പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി. അപ്പോൾ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇനി സാധനം മറക്കാതെ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക.